ഇപ്പം അസറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് സക്സസ് റേറ്റ് ഭയങ്കര ഹൈ ആണെന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെയാണ് അത്രയും ഒരു ഹൈ സക്സസ് റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കുറേ നോ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം തന്നെ നടക്കാത്ത കേസ് നോ പറയുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് സക്സസ് റേറ്റ്. അല്ല, അതൊരു വലിയ മാജിക് അല്ല. നമുക്ക് നടക്കുമെന്ന് തോന്നുന്നതും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കേസുകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓൺ ഷോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇതും തന്നെ നമുക്ക് ഗ്യാരണ്ടീഡായിട്ട് കിട്ടുന്ന ഒരു കേസാണ് നമ്മുടെ ഇൻവിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ. ഓഫ് ഷോറിലാണ് ഇപ്പോഴും കുറച്ചുകൂടി ആൾക്കാർ 1-2 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മാക്സിമം കാണും. കാരണം ഈ കോവിഡിന് ശേഷം വന്നേക്കുന്ന ചില പോയിൻ്റ് കുറവുള്ള എൻജിനീയേഴ്സ്, IT പ്രൊഫഷണൽസിനൊരു, ഞാൻ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം കൂടുതലായിട്ട് ഹെൽത്ത്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആണ്, അപ്പോൾ IT ഒരു വലിയൊരു ഇൻവിറ്റേഷൻ വന്നിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഒഴികെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കേസസ് ഇൻവിറ്റേഷൻസൊക്കെ വന്നു കഴിഞ്ഞാണ്. അപ്പം ഈ നമ്മൾ എടുക്കുന്ന കേസ് കുറച്ചുകൂടെ സാധ്യത ഉള്ളത് എടുക്കുന്നത് കൊണ്ടാണ് ഈ സക്സസ് റേറ്റ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ വേറെ ഏജൻസീസ് എല്ലാം അവർക്ക് തോന്നിയ പോലെ ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ദാറ്റ്സ് ലൈക്ക് ആ പൈസ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ബിസിനസ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് നോ പറയുന്ന സമയത്ത് നിങ്ങൾ ഓസ്ട്രേലിയ മാത്രമല്ല ചെയ്യുന്നത്, പല രാജ്യങ്ങളിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ശരിയാവും ഒരു ബിസിനസ് മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്? ഉറപ്പായിട്ടും അത് ഞങ്ങളോട് തന്നെ ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്, എത്തിക്കൽ മൈഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബിസിനസ് സർവൈവ് ചെയ്യുന്നുള്ള. പക്ഷേ ഞങ്ങളുടെ റിസൾട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു എത്തിക്കലാണെന്ന് അറിയുമ്പം അതിനെ തിരഞ്ഞു പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഡെമോഗ്രഫി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ക്ലയൻസ് ഇസ് ലെസ് ദാൻ 2% ഫോർ അസ്, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ ക്ലയൻസ് ഇസ് 7%. അത് ഞങ്ങൾക്ക് കൃത്യം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ 7% ഉള്ളൂ. 93% ആൾക്കാരും ഞങ്ങളുടെ ക്ലയൻസ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പോപ്പുലേഷൻ സ്ട്രാറ്റജി ഇസ് നോട്ട് മലയാളീസ് ഓർ നോട്ട് ഇന്ത്യ, അല്ല ലൈക്ക് നമ്മുടെ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജീസ്. ബട്ട് നമ്മൾ മലയാളി ആയതുകൊണ്ടും നമ്മുടെ പ്രോസസ്സിംഗ് ഓഫീസും കാര്യങ്ങളെല്ലാം ഇന്ത്യയിലായതുകൊണ്ടുമാണ് നമ്മൾ വെനെവർ ഐ കംസ് ടു ഇന്ത്യ വി ഡു സെമിനാർസ്, വി ഡു എവറിത്തിങ്. ബട്ട് മലയാളികൾക്കും അതേപോലെ വളരെയധികം ഇൻവിറ്റേഷൻസ് ഓസ്ട്രേലിയയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സക്സസ് റേറ്റ് കൂടും. എൻ്റെയൊക്കെ ഒരു പെയ്ഡ് അപ്പോയിൻമെൻ്റ് ആണ് ഓസ്ട്രേലിയയിൽ. എൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു $225 ആണ് എൻ്റെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഓഫ് അപ്പോയിൻമെൻറ്റ്. എൻ്റെ ഒരു വെയിറ്റിംഗ് ടൈം ഒരു 2 to 3 വീക്സ് ആണ് ഓൾ ദ ടൈംസ്. ഞാനൊരു 18 അപ്പോയിൻമെൻറ്റ്സ് വീക്ക്ലി കൊടുക്കുന്നു. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, ദാറ്റ് ഈസ് ഹൗ ദ തിങ്സ് ഹാപ്പനിങ്. സോ ആ വെയിറ്റിംഗ് ടൈം വരുന്നത് ആൾക്കാർ റെഡി ടു വെയിറ്റ് ഫോർ മൈ അപ്പോയിൻമെൻറ്റ് ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻസ്. അപ്പം നമ്മൾ എത്തിക്കലായിട്ട് തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതിനെ റെസ്പെക്റ്റ് ചെയ്യും, അവർ ആ ഒരു ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും.